ഒരേ സമയം ചരിത്രത്തിനും കണക്കിനും കൂടിയുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ 2025 നോബൽ. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ് എന്നിവരുടെ സൂക്ഷ്മമായ കാഴ്ചപ്പാടിലൂടെ സുസ്ഥിര സാമ്പത്തിക വളർച്ച എന്ന പുതിയ ഒരു വാക്കുകൂടി പിറവികൊള്ളുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളെ ആഗോളതലത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുകയും അഭിവൃദ്ധിക്ക് അടിത്തറയിടുകയും ചെയ്ത പദം. ഓരോ പുതിയ സാങ്കേതിക വിദ്യയും നിലവിലുള്ളവയെ പുറംതള്ളുകയും പുതിയ ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക വികസനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ കൗതുകമുള്ള ഒരു വസ്തുത 2 നൂറ്റാണ്ടിലെ ചരിത്രരേഖകൾ പറയുന്നു, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും സാമ്പത്തിക വളർച്ച പഴയ തോതിൽ തന്നെയായിരിക്കും. അതാണ് സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് അഥവാ സുസ്ഥിര സാമ്പത്തിക വളർച്ച. അവർ ഒരുക്കിയ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ മാത്തമാറ്റിക്കൽ മോഡലിലൂടെ എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഓരോരോ കമ്പനികളും തുടക്കമിടുന്നു എന്നും അതോടുകൂടി പഴയവ പെട്ടെന്ന് തന്നെ കാലഹരണപ്പെട്ടു പോകുന്നു എന്നതും വ്യക്തമാക്കുന്നു. എന്തായാലും നമുക്ക് സന്തോഷിക്കാം. കാരണം സാമ്പത്തിക ശാസ്ത്രം എത്രത്തോളം ചരിത്രത്തിൻ്റെയും കണക്കിൻ്റെയും സഹായത്തോടുകൂടി മിഴിവുറ്റതാക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇത്തവണത്തെ നോബൽ സമ്മാനം മാറിയതിനാൽ